നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ, മരത്തങ്കോട് വാട്ടർ ATM, എലവള്ളി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലാബ്, വൃക്കരോഗത്താൽ സുമനസ്സുകളുടെ സഹായം തേടുന്ന മിനി തുടങ്ങിയ ഒരു പിടി വാർത്തകളാണ് ഈ വാരം ആഴ്ചവട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. തൃശൂരിൽ ആവേശമായി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളന വേദിയിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികളെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെയും വിമർശിച്ചും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മോദി ഗ്യാരണ്ടികൾ എണ്ണിപ്പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും മോദി രംഗത്തെത്തി. പോകാം വിശദാംശത്തിലേക്ക്. കേരള की मेरी माता और बहनों, കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है. मैं आपका बहुत बहुत आभारी हूं. हमारे त्योहारों को भी लूट का माध्यम बना दिया है. त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है. सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है. ये यहां की राज्य सरकार की अक्षमता का प्रमाण है. രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളാണ് മോദിയുടെ ഉറപ്പ് എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ആവർത്തിച്ചായിരുന്നു വികസന നേട്ടങ്ങൾ മോദി ഉയർത്തിക്കാട്ടിയത്. അമ്മമാരെ, സഹോദരിമാരെ എന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്തായിരുന്നു മോദിയുടെ പ്രസംഗം. ലോകം അടയാളപ്പെടുത്തിയ മലയാളി വനിതകളെ പേരെടുത്ത് പ്രശംസിച്ച അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചു എന്നും രാജ്യത്തെ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്താൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് പരാമർശിച്ചും ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിച്ചത്. ഇന്ത്യ മുന്നണി വികസന വിരുദ്ധരാണ്. കേരളത്തിൽ അവർക്ക് വേണ്ടത് കൊള്ള നടത്താനുള്ള സ്വാതന്ത്ര്യമാണ്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എന്നറിയാമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരോക്ഷമായി പരാമർശിച്ച മോദി പറഞ്ഞു. കേന്ദ്രം വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയ പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ വികസനം തടസ്സപ്പെടുത്തുന്നു എന്ന് മുറവിളി കൂട്ടുന്നു. കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കണം. ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് കേരളത്തിലെ BJPക്കുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുത്ത സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന പരിപാടിയോടെ BJP തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടന്നു. നഗരത്തിലെ 1.5 കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു മോദി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത, സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ വേദിയിൽ അണിനിരത്തിയായിരുന്നു BJP സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളത്തിലെ മികച്ച സംരംഭകയായ ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നായികയായിരുന്ന മിന്നുമണി, ചലച്ചിത്ര താരം ശോഭന, മറിയക്കുട്ടി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ലക്ഷദ്വീപിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ മോദി ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം ജില്ലാ ആശുപത്രി ജംഗ്ഷനിലേക്കും എത്തുകയായിരുന്നു. തുടർന്ന് സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരം റോഡ് ഷോയിലും പങ്കെടുത്തു. നിർത്താതെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന മോദി വിളികൾ. അകമ്പടിയായി പുഷ്പവൃഷ്ടി. കൈവീശി ആവേശം പകർന്ന് തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമായിരുന്നു ആ കൂടിക്കാഴ്ച. അത് എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു മനസ്സിലാക്കാം. ശുദ്ധമായ കുടിവെള്ളത്തിന്റെ വിശ്വസനീയമായ ഉറവിടം എന്നൊക്കെ വാട്ടർ ATMനെ വിശേഷിപ്പിക്കാം. ഇന്നിന്റെ ആവശ്യകതയായ വാട്ടർ ATM കടങ്ങോട് പഞ്ചായത്ത് നേതൃത്വത്തിൽ മരത്തങ്കോട് യാഥാർത്ഥ്യമായി. ഇനി നാണയമിട്ടാൽ ഏത് സമയവും ശുദ്ധജലം ആവശ്യക്കാർക്ക് ലഭ്യമാകും. പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടിവെള്ള ATM.
1 രൂപ കോയിനിട്ടാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും 5 രൂപ കോയിനിട്ടാൽ 5 ലിറ്റർ വെള്ളവും ഏത് സമയവും ലഭ്യമാക്കുന്ന രീതിയിലാണ് വാട്ടർ ATM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായാണ് കുടിവെള്ള ATM സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ കുടിവെള്ള ATM ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണസമിതിയുടെ 36 മാസം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും 36 പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഡിസംബർ 18 മുതൽ 2024 ജനുവരി 30 വരെ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TP ലോറൻസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നീന രമേശ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ്. എന്നിരുന്നാലും പലപ്പോഴും അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി അത്തരത്തിലൊരു ആശങ്ക വേണ്ട. വാട്ടർ ATMയിലൂടെ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ കുടിവെള്ള പ്രശ്നത്തിന്റെ നൂതനമായ പരിഹാരമാവുകയാണ് വാട്ടർ ATMകൾ. മാറുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഹൈടെക് ലാബുകൾ. സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ലാബ് എളവള്ളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 40 തരം ടെസ്റ്റുകൾക്കുള്ള സൗകര്യത്തോടെയാണ് ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചത്. ലബോറട്ടറിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി വർഗീസ്, PM അബു, സുരേഷ് കരുമത്തിൽ, രാജി മണികണ്ഠൻ, MP ശരത് കുമാർ, സീമ ഷാജു, ഷാലി ചന്ദ്രശേഖരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ജില്ലാ ലാബ് ഓഫീസർ BC മിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS അജോഷ് തമ്പി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ VJ ജോബി എന്നിവർ സംസാരിച്ചു. ആരോഗ്യരംഗത്ത് വൻ വികസന പദ്ധതികൾ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് ലബോറട്ടറി സജ്ജമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. കൂടാതെ നിരവധി മെഷീനുകളും ഉപകരണങ്ങളും ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകിയിട്ടുണ്ട്. സർക്കാർ നിയമിച്ച ടെക്നീഷ്യന്റെ സേവനവും ലാബിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ലബോറട്ടറിയുടെ പ്രവർത്തന സമയം. വൈകിട്ട് 3:30 റിസൾട്ട് ലഭ്യമാകും. സാധാരണക്കാരന് താങ്ങാവുന്ന വിധം സൗജന്യ നിരക്കിലാണ് 40 ടെസ്റ്റുകളും നടത്തുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുന്നതോടുകൂടി ലബോറട്ടറിയുടെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. എളവള്ളി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് യാഥാർത്ഥ്യമായതോടെ ഒരു പടി കൂടി വികസന കുതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പഞ്ചായത്ത്. ഇനിയും ഒട്ടേറെ വികസന പദ്ധതികൾ പഞ്ചായത്ത് പരിധിയിൽ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ. ആശംസകൾ. അശാസ്ത്രീയ കലുങ്ക് അപകടങ്ങൾക്ക് കാരണമാകുന്നു. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന് സമീപത്തെ കലുങ്കാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചതുമൂലം അപകടക്കണിയായി മാറിയിരിക്കുന്നത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചതോടെ റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതാണ് അപകടങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ളത്. വാഹനങ്ങൾ വേഗത കുറച്ചു പോകണമെന്നോ അപകടകരമായ കലുങ്കുണ്ടെന്നോ സൂചന നൽകുന്ന ബോർഡുകൾ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിക്കാൻ തയ്യാറാകാത്തതും യാത്രികരെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യാത്രികൻ ഗുരുതരാവസ്ഥയിൽ തൃശൂർ ആത്രേയ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എളവള്ളി പറക്കാട് സ്വദേശി തലക്കോട്ടൂർ ഫ്രാൻസിയാണ് കവിളലിന് പൊട്ടൽ സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്നത്. പാവറട്ടി സെന്റർ മുതൽ റോഡിന്റെ ഒരു വശം ടാറിംഗ് പൂർത്തിയാക്കുകയും ഒരു ഭാഗം പൂർവ്വസ്ഥിതിയിൽ തുടരുന്നതും അധികാരികൾ കണ്ടമട്ടില്ല. മാസങ്ങളായി ഈ നിലയിൽ തുടരുന്ന റോഡിൽ ഇരുചക്രവാഹനങ്ങൾ അപകടങ്ങളിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. റോഡുകളെല്ലാം ഹൈടെക് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന അധികാരികൾ ഈ റോഡൊന്ന് നേരിൽ കാണുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിത കലുങ്ക് മുന്നിൽ കണ്ട് ചവിട്ടി നിർത്താനാവാതെയാണ് അപകടങ്ങൾ ഏറെയും ഇവിടെ സംഭവിക്കുന്നത്. സൂചനാ ബോർഡ് ഇല്ലാത്തതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന്റെ മറ്റൊരു കാരണമാണ്. ഇനിയും ഒരു അപകടത്തിന് കാത്തുനിൽക്കാതെ ബന്ധപ്പെട്ടവർ ഈയൊരു വിഷയത്തിൽ വേണ്ട നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. തൃശൂരിലെ സ്ക്രാപ്പ് ബക്കറ്റ് സംഗീതജ്ഞർ പ്രശസ്തിയിലേക്ക്. പാഴ്വസ്തുക്കളിൽ സംഗീതമുണർത്തിയാണ് ഡബ്ബ ബീറ്റ്സ് സംഘം കൊട്ടിക്കയറുന്നത്. പോകാം വിശദാംശത്തിലേക്ക്.
അനിരുദ്ധന്റെ വൈറലായ ഷെയറിലൂടെയാണ് തൃശൂരിലെ സ്ക്രാപ്പ് ബക്കറ്റ് സംഗീതജ്ഞർ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ അനിരുദ്ധ് രവിചന്ദ്രന്റെ ഒരു വൈറലായ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് ഇവർ പ്രശസ്തരായത്. തൃശൂർ ജില്ലയിലെ കൊള്ളന്നൂരിലെ പ്രശസ്തമായ ആട്ടം കലാസമിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രദേശത്തെ ഈ യുവ സംഗീതജ്ഞർ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, ഡബ്ബകൾ ഉപയോഗിച്ച് സംഗീതം സൃഷ്ടിച്ചത്. ഒരു ദിവസം അനിരുദ്ധ് ഈണമിട്ട അറബിക് കുത്ത് എന്ന ജനപ്രിയ ഗാനത്തിന്റെ താളം ആവർത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ടീമംഗങ്ങളിൽ ഒരാളായ ജിത്തു അവരുടെ പ്രകടനം വീഡിയോയിൽ പകർത്തി പോസ്റ്റ് ചെയ്തത്. അത് പെട്ടെന്ന് വൈറലാവുകയും കൂടി ചെയ്തപ്പോൾ ആ വർഷത്തെ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പല്ലൂട്ടി 90 കിഡ്സ് എന്ന സിനിമയുടെ ഭാഗമായി സംഘം ഇതിനകം മാറിയിരുന്നു. 7 മുതൽ 18 വയസ്സുവരെയുള്ള വിവിധ പ്രായത്തിലുള്ള കുട്ടികളാണ് ഡബ്ബ ബീറ്റ്സിൽ ഉൾപ്പെടുന്നത്. ആഷിഖ്, പ്രത്യുഷ്, ആദർശ്, നിരഞ്ജൻ, ആധിഷ്, ഭഗവത്, ഉല്ലാസ്, ശ്രീഹരി, ഭനവ്, ബഹിത്, ഇത്തൻ, ആദികൃഷ്ണ, ആദിത്യൻ, വാസുദേവ്, അമൃത്, ദേവസ്വരൂപ്, ആദിലി എന്നിവർ അംഗങ്ങളാണ്. അവരുടെ ആദ്യ വീഡിയോയുടെ വൈറൽ വിജയത്തെ തുടർന്ന് ഗ്രൂപ്പിന് വിവിധ ജനപ്രിയ മലയാളം ചാനലുകളിൽ അവതരിപ്പിക്കാനുള്ള ക്ഷണം ലഭിച്ചു. പെയിന്റ് ബക്കറ്റുകൾ, തടിവിറകുകൾ, മരം പ്ലാറ്റ്ഫോമുകൾ, ഷൂസോളുകൾ, മറ്റ് ദൈനംദിന ഇനങ്ങൾ എന്നിവയിലൂടെ ആകർഷകമായ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന സംഘം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചാണ് മുന്നേറുന്നത്. കഴിവുണ്ടെങ്കിൽ ഒന്നും ഒന്നിനും തടസ്സമാകില്ലെന്ന് തെളിയിക്കുകയാണ് ഈ യുവ സംഗീതജ്ഞർ. ഉപേക്ഷിക്കപ്പെടുന്നവയും കുപ്പയിലെ മാണിക്യമായി മാറാം. ഇനിയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഈ കലാകാരന്മാർക്ക് കഴിയട്ടെ. ആശംസകൾ. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വടക്കേക്കാട് തെക്കിനിയടത്തുപടി വെട്ടുകുഴി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ മിനി. ഉദാരമതികളുടെ പിന്തുണയുണ്ടായാൽ മാത്രമേ ഇനി ഇവരുടെ ചികിത്സ മുന്നോട്ടു പോവുകയുള്ളൂ. പോകാം നേർക്കാഴ്ചയിലേക്ക്. 9 വർഷങ്ങൾക്കു മുമ്പ് പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. എന്നാൽ ഞെട്ടലോടെയാണ് കുടുംബം രോഗവിവരമറിഞ്ഞത്. വൃക്ക ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നീട് അമല, തൃശൂർ സൺ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. ഇതിനിടയിൽ ലക്ഷങ്ങളോളമാണ് ചികിത്സയ്ക്കായി ചെലവഴിച്ചത്. ഹോട്ടൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഉണ്ണികൃഷ്ണന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ്. ഒരു മാസം 10,000 രൂപയോളം മരുന്നുകൾക്ക് മാത്രമായി ചെലവ് വരുന്നുണ്ട്. മിനിക്ക് തയ്യൽ ജോലി അറിയാമെങ്കിലും രോഗം മൂലം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വീട്ടിൽ ഭാര്യ തനിച്ചായതിനാൽ ഉണ്ണികൃഷ്ണന് ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും സാധിക്കില്ല. പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകരും ഇവരെ അറിയുന്നവരും അയൽവാസികളും സഹായം നൽകുന്നതിലൂടെയാണ് പട്ടിണിയില്ലാതെ കുടുംബം ജീവിച്ചു പോകുന്നത്. രോഗത്തിന്റെ കാഠിന്യം കൂടിയതിനെ തുടർന്ന് നിലവിൽ കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി 6.5 ലക്ഷം രൂപയാണ് ചെലവ്. കിഡ്നി നൽകുവാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ തയ്യാറാണെങ്കിലും ആവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വിഷമത്തിലാണ് കുടുംബം. ഇവരുടെ അവസ്ഥ അറിഞ്ഞ നാട്ടുകാർ വാർഡ് മെമ്പർ സുഹറ ബക്കർ കൺവീനറായും വത്സലൻ പുന്നയൂർ ചെയർമാനായും ഒരു സഹായ സമിതി രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കേക്കാട് ഫെഡറൽ ബാങ്കിൽ 188901011511 എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. FDRൽ 00018889 എന്നതാണ് IFSC കോഡ്. 81 57 83 51 91 എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയും സഹായം അയക്കാവുന്നതാണ്. ജീവിതത്തിൽ ഒട്ടനവധി തവണ കയ്പുനീർ നുണഞ്ഞ ഈ കുടുംബത്തിന് ധനസഹായ സഹകരണങ്ങൾ തുടർന്നുള്ള യാത്രയ്ക്ക് കൂടിയേ തീരൂ. വിവിധ കൂട്ടായ്മകളും ക്ലബ്ബുകളും അടങ്ങിയ സംഘടനകൾ കൈകോർത്ത് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണം ഉറപ്പാക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്.
ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വിരുന്നൂട്ട് ഫുഡ് ഫെസ്റ്റിവൽ ഗ്രാമത്തിന് കരുതലിന്റെ പുതിയ കാഴ്ചയായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് സ്വന്തമായി അന്തിയുറങ്ങാൻ വീടെന്നത് ഒരു സ്വപ്നമായിരുന്നു. പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും 2 സഹോദരങ്ങളും വാടക വീട്ടിലാണ് താമസം. വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ദൌത്യം അധ്യാപകരും വിദ്യാർത്ഥികളും ഇതോടെ ഏറ്റെടുത്തു. തൃത്താല NSS ക്ലസ്റ്ററിലൂടെയാണ് ഭവന പദ്ധതി സ്കൂൾ അധികൃതർ ഏറ്റെടുത്തത്. വീടിനുള്ള തുക കണ്ടെത്താൻ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ മൈതാനത്ത് രുചി വൈവിധ്യങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി. 8 കൌണ്ടറുകളിലായി വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ സജ്ജമാക്കിയത്. മലബാർ ഉന്നക്കായ, സോഡ സംഭാരം, നെയ്ച്ചോറ്, ഊത്തപ്പം, എണ്ണ പലഹാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളുടെ ഏറെ ഇഷ്ടമായ പഞ്ഞിമിഠായിയുടെ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു. 8 ലക്ഷം രൂപ നിർമ്മാണ ചെലവിൽ നിർമ്മിക്കുന്ന വീടിന്റെ അടിത്തറയുടെ പ്രവൃത്തികൾ കഴിഞ്ഞു. തറയിൽ മണ്ണ് നിറയ്ക്കാൻ വിദ്യാർത്ഥികൾ തന്നെ രംഗത്തിറങ്ങി. സ്കൂൾ സബ് ജില്ലാ കലോത്സവം, റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റ് സ്റ്റാളുകൾ ഒരുക്കി തുക കണ്ടെത്തിയിരുന്നു. തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗം NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പായസമേളയും ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ ബിരിയാണി ചലഞ്ചും നടത്തും. തൃത്താല സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭവനം. അപ്പോൾ അതിനായിട്ട് 10 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തന്നൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഭവനം എന്ന പദ്ധതി തുടങ്ങി. അതിൻ്റെ തറപ്പണി കഴിഞ്ഞു. ബേസ്മെൻറ്റ് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 8 ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ്. അപ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള അതിൽ ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. സ്കൂളിൽ 4-ാം തീയതി ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മികച്ച സഹകരണം വേണമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ ഷൈൻ പറഞ്ഞു. ഏകദേശം 40 ലക്ഷത്തിലധികം വളണ്ടിയറുള്ള ഒരു പ്രസ്ഥാനമായിട്ട് NSS മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതും വെറുതെ ഒരു ചെറിയ കാര്യങ്ങളായ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഭവനം പദ്ധതി. ഫുഡ് ഫെസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ TR ഷെറീന, വാർഡ് മെമ്പർ D പ്രേമ, സ്കൂൾ പ്രധാനാധ്യാപിക ഉണ്ണികൃഷ്ണൻ, PTA അംഗം PM മൻസൂർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ SS ഷീന സ്വാഗതവും സൗഹൃദ കോർഡിനേറ്റർ പുഷ്പമണി നന്ദിയും പറഞ്ഞു. നന്മയുടെ നാമ്പുകൾ കരിഞ്ഞിട്ടില്ല. വളർന്നു വരുന്ന പുതിയ തലമുറയിലും അത് നിലനിൽക്കുന്നുണ്ട്. രുചി വൈവിധ്യങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി സഹപാഠികളുടെ കണ്ണീരിപ്പുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഇനിയും ഒട്ടേറെ നന്മ നിറഞ്ഞ പ്രവൃത്തികളിൽ പങ്കാളികളാകാൻ ഇവർക്ക് കഴിയട്ടെ. ആശംസകൾ. അതിഥി തൊഴിലാളിക്ക് മുന്നിൽ കരുണയുടെ പ്രതിരൂപമായി ജനപ്രതിനിധിയും ആശുപത്രി അധികൃതരും. അപകടത്തിൽ വീണ് പരിക്കേറ്റ രാജസ്ഥാൻ സ്വദേശിക്ക് സഹായഹസ്തവുമായി MLAയും ചാവക്കാട് താലൂക്ക് ആശുപത്രി അധികൃതരും എത്തി. പോകാം വിശദാംശത്തിലേക്ക്. രാജസ്ഥാൻ സ്വദേശിയായ യുവാവ് അർജുൻ ചാവക്കാട് മേഖലയിൽ ജോലിയെടുത്ത് വരികയായിരുന്നു. ഇതിനിടെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ വീണ് കാലിന്റെ എല്ല് പൊട്ടി. തുടർന്ന് 1 മാസത്തിലേറെയായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അസുഖം ഭേദമായതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിഷയം അറിഞ്ഞ ഗുരുവായൂർ MLA NK അക്ബർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് നാട്ടിലുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. അർജുനന് നാട്ടിലെത്തുന്നതിനാവശ്യമായ എല്ലാ ചിലവുകളും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകി. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഒത്തൊരുമയോടെ ആളെ നല്ല രീതിയിൽ പരിചരിച്ചതിന്റെ ഭാഗമായിട്ട് ആളസുഖം പൂർണ്ണമായി എന്ന് പറയാനാകില്ല, എന്നാൽ പോലും ഭാഗികമായി അതിലേറെ ഭേദമായി വളരെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഒത്തുചേർന്ന ആളെ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ചാവക്കാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ജനപ്രതിനിധികളായ സ്മൃതി, PK രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാർ ചേർന്ന് ഉച്ചതിരിഞ്ഞ് അർജുനെ സ്നേഹപുരസ്സരം യാത്രയാക്കി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് സബീന, ഹെഡ് നഴ്സുമാരായ ഇന്ദിര, ജിജി, മിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, PRO അശ്വതി, ഭവദാസൻ എന്നിവർ സംബന്ധിച്ചു. ആശുപത്രി ജീവനക്കാരായ റഹ്മത്തുള്ള, സജി എന്നിവർ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അർജുനെ യാത്രയാക്കി. ഇതാണ് യഥാർത്ഥ സഹജീവി സ്നേഹം.
സമൂഹത്തിൽ ഇത്തരത്തിൽ കഷ്ടത പേറുന്നവർ ഇനിയുമുണ്ടാകാം. അത്തരക്കാരെ കണ്ടെത്തി കഴിയുന്ന സഹായങ്ങൾ നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന് ശരിയായ മാനം കൈവരുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.